അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്നുണ്ട്, ഹബീബിന്റെ മദ്ഹ് പാടുന്നുണ്ട്. ആ ഹബീബിന്റെ മദ്ഹുകളും ആ ഹബീബിനെ പറ്റി പറയുന്നതും ആ ഹബീബിനെ പറ്റി കേൾക്കുന്നതെല്ലാം ഹൃദയമുള്ളവനിക്കത് വല്ലാത്ത അനുരാഗമാണ്. ഒരിക്കലും മാഞ്ഞു പോകാത്ത പ്രകാശ ഗോപുരമല്ലേ ഹബീബ്, മിന്നിത്തിളങ്ങുന്ന മുത്തല്ലേ റസൂല്. അതുകൊണ്ട് എങ്ങനാ നമുക്ക് മാറ്റിവെക്കാൻ വെക്കുന്നത്, എങ്ങനാ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്? വേറെ ഒന്നിനും ആർക്കും ഒരു തെളിവ് വേണ്ട. അപ്പൊ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ബദരീങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉഹദിൽ പങ്കെടുത്തവര് ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോ ചോദ്യങ്ങളുടെ ഒരു പ്രവാഹമായി അല്ലേ? ചോദ്യങ്ങളുടെ ഒരു പ്രവാഹമായിരിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുമ്പോഴെങ്ങനെയാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇനി ഏത് ഭിത്തി നോക്കിയാലും ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. അള്ളാന്റെ ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് വീടിന്റെ കത്തട്ടിൽ ഇരുന്നുകൊണ്ട് ലക്ഷക്കണക്കാന സ്വലാത്തുകൾ ചൊല്ലുന്ന, ലക്ഷക്കണക്കാന സലാമുകൾ ചൊല്ലുന്ന, ഹബീബിന്റെ ജീവിതത്തെ ഇഷ്ടം വെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ. നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലത്തെ പല പല ലേഖനങ്ങൾ കടന്നു വരും. മൗലിദ് ശിർക്കാന്ന് പറഞ്ഞ് കടന്നു വരും, കുഫ്റാന്ന് പറഞ്ഞ് കടന്നു വരും. അപ്പോൾ അല്ലാഹ് അതിൽ എവിടെയാണ് ശിർക്കും കുഫ്റും ഉള്ളത്? പടച്ചവനെ, അതിൽ പറയുന്ന അള്ളാഹുവിന്റെ റസൂല് ജനിച്ചെന്നുള്ളത് അത് മാത്രവുമല്ലല്ലോ, ജനിച്ചുവെന്ന് മാത്രമല്ല, ഫസമ്മീഹി മുഹമ്മദാ, മുഹമ്മദ് എന്നുള്ള പേര് വെച്ചു. ഇതിൽ എവിടെയാണ് തെറ്റ് പറയുന്നത്? നിങ്ങൾക്കൊരു കുട്ടി പിറന്നാൽ ആ കുട്ടിയെ പറ്റി നിങ്ങൾ പറയുന്നത് അത് നിങ്ങളുടെ കുട്ടിയുടെ മൗലിദാണ്. നമുക്കെല്ലാം നേതാവ് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നമ്മൾ പറയുന്നത്, വാഴ്ത്തുന്നത്, കേൾക്കുന്നത് അതെല്ലാം മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷമാണ്. നിബിതങ്ങളുടെ മദ്ഹ് പറയല്, നിബിതങ്ങളെ കേൾക്കല്, നിബിതങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറയല്, തെറ്റില്ല അല്ലേ? അലങ്കാര ചാമയത്തിൽ അണിഞ്ഞോരുങ്ങി പരിശേറും റബീഉൽ അവ്വലും തിളങ്ങി പരിപൂർണരായി വന്ന ഹബീബും കടലോളം സ്നേഹം തന്ന് നിറഞ്ഞ പൂവ്. എത്ര വർണ്ണിച്ചാലും, എത്ര പറഞ്ഞാലും, എത്ര വാഴ്ത്തിയാലും തീരാത്ത ഒരേ ഒരു വ്യക്തിത്വം നബിയുൽ ഹറമൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ അതൊരു കാവലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നന്മയിലൂടെ കടന്നുപോയി അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്നവരിൽ അള്ളാഹു തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ലോകത്തിന്റെ അനുഗ്രഹമായിട്ട് പിറക്കുമ്പോ എന്തിനേറെ നബിതങ്ങള് ഒരുപാട് പ്രകാശമുള്ളവരാണ്, എന്ത് രസമുള്ളവരാ നിങ്ങൾക്കറിയുമോ? അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉപ്പയാരാണ്? അബ്ദുള്ള എന്നവരാണ്. അബ്ദുള്ള എന്നവരെ എല്ലാവർക്കും വെറുത്തിഷ്ടമാ. അബ്ദുള്ള റളിയല്ലാഹു ആരാധന നബിതങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ ഇല്ലേ? ഓത്തു പള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ നേടിയതല്ലാമിനെന്ന ജാതി സത്യശീലൻ അല്ലേ? ഹബീബ് അനാഥര, വല്ലാത്ത സങ്കടത്തിൽ കഴിഞ്ഞു പോയി. ഉപ്പാനെ കണ്ടിട്ടില്ല. ഒരുപാട് സഹോദരിമാര്, ആ രാജ്യത്തുള്ള ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ട് അബ്ദുള്ള എന്ന് പറയുന്നവരോട് വിവാഹം ആലോചിച്ചു. അബ്ദുള്ള തങ്ങളെ, നിങ്ങളെ കാണാൻ എന്ത് മഞ്ചാണ്, നിങ്ങളെ കാണാൻ എന്ത് സൗന്ദര്യമാ, അതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഭയങ്കര സൗന്ദര്യം. ആളുകൾ പറഞ്ഞു, നിങ്ങളെ
വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അബ്ദുള്ള നിങ്ങൾ സൈലന്റാ, ആരോടൊന്നും മിണ്ടിയില്ല. കഴിച്ചോളാന്ന് പറഞ്ഞില്ല, കഴിപ്പിക്കണോ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ അങ്ങ് നടന്നു. അങ്ങനെയാണ് അവസാനം മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. അന്ന് മുതൽ പിന്നെ ഒരാളും അബ്ദുള്ള എന്ന് പറയുന്നവരുടെ പൂമുഖത്തേക്ക് നോക്കുന്നില്ല. കാരണം എന്തെന്നറിയുമോ? മുഴുവൻ സൗന്ദര്യവും അല്ലാഹുവേ, മുഴുവൻ സൗന്ദര്യവും ഹബീബിലേക്ക് അങ്ങ് കൊടുത്തപ്പോ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ സൗന്ദര്യം അങ്ങ് കുറഞ്ഞു പോയി. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ സൗന്ദര്യം എല്ലാം അല്ലാഹു ഊറ്റി വലിച്ചിട്ട് ഹബീബിന് വേണ്ടി ആമിന ഉമ്മയുടെ ഉദരത്തിലേക്ക് അല്ലാഹു തആല കൊടുക്കും. ആ സൗന്ദര്യം മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുകയാണ്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടി. അത്രയും സൗന്ദര്യം ഇല്ലേ? ഞാൻ ഈ പറയുന്നതൊക്കെ മൗലിദാണ്, ഞാൻ ഈ പറയുന്നത് മുഴുവനും മൗലിദാണ്. അത്രയും സൗന്ദര്യമാണ് ഹബീബിനുണ്ടായിരുന്നത്, അത്രയും ഇഷ്ടമായിരുന്നു. എല്ലാവരും ചൊല്ല് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി അന്ത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ചൊല്ല് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഹബീബിനെ വർണ്ണിക്കാൻ പറഞ്ഞ എത്ര വർണ്ണിച്ചാലും തീരൂല. അതുകൊണ്ടാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു പുന്നാര മകനെ വന്ന് കാണാൻ പോലും പറ്റിയില്ല. റബ്ബിന്റെ തീരുമാനം ലോകത്തോട് വിട പറയാനാ. പിന്നെ ഒരു സെക്കൻഡ് പോലും മാറ്റിവെച്ചിട്ടില്ല. ദുനിയാവിന്റെ പുറത്തുനിന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. മുസ്തഫ നബി തങ്ങൾ അനാഥരായി. അങ്ങനെ ബാലനായി വളർന്നു വരുന്ന കാലത്ത് ഇല്ലേ അള്ളാന്റെ ഹബീബിനെ കാണിക്കാൻ അള്ളാന്റെ ഹബീബിന്റെ ഉപ്പാന്റെ അടുക്കൽ കൊണ്ടുപോകാൻ ആമിന ഉമ്മ റസൂലുള്ളാഹിയുമായിട്ട് നടന്നു വരാ. കൊച്ചുകുട്ടി ബാപ്പയെ കണ്ടിട്ടില്ലല്ലോ, കൊച്ചുകുട്ടിയുമായിട്ട് വരാൻ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആമിന ഉമ്മക്ക് രോഗം മൂർച്ഛിക്കുകയാണ്. അല്ലാഹുവേ, ഏകാശ്രയമുണ്ടായിരുന്ന ഒരാൾ തന്റെ മാതാവാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയും ലോകത്തോട് വിട പറയുന്നു. ഉമ്മ 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 പൊന്നുമ്മ ഉണ്ണിപ്പൂമോനിന്നാരാണുമ്മ. ഉമ്മകൾ നൽകാനും ഉരുളച്ചോറൂട്ടാനും ഉലകത്തിൽ തണിയന്നീലാരാണുമ്മ. ഉമ്മ 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 പൊന്നുമ്മ ഉണ്ണിപ്പൂമോനിന്നാരാണുമ്മ. ഉമ്മകൾ നൽകാനും ഉരുളച്ചോറൂട്ടാനും ഉലകത്തിൽ തണിയന്നീലാരാണുമ്മ. ഉലകം പടയ്ക്കാൻ സബബാണ് ഉദിമാതിലെങ്കും നബിയാണ്. ഉലകം പടയ്ക്കാൻ സബബാണ് ഉദിമാതിലെങ്കും അഴകാണ്. ഉമ്മായുമില്ലെന്റെ ബാപ്പയുമില്ല, കണ്ണീര് തോകി നടന്നോരുമില്ല. ഉപ്പയെ കണ്ടിട്ടില്ല, കാരണം ഉപ്പ ജനിക്കുന്നതിന് മുമ്പിട്ട് വിട പറഞ്ഞു പോയി. ഉമ്മയാണെങ്കിലോ അബവാ എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൂടെ കടന്നു വരുന്നുണ്ട്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണിക്കാൻ തന്റെ ഉപ്പാന്റെ അരികത്ത് പോകാൻ അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. ആരെ കൊണ്ടുവരുന്നത്?
ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹാ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവരാം. ആമിന ബീവി തൻ ആരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ ഇരുളിൽ തെളി നീട്ടി വന്നോ റസൂലുള്ളാഹ് ഇസ്ലാമിൻ ത്വാജല കാട്ടി ഖലീമുള്ളാഹ് കലിമ ഷഹാദത്തിൻ കതിലങ്കം നൂറല്ലോ. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുവരുമ്പോ രോഗം മൂർച്ഛിച്ചിട്ട് ഉമ്മ ആമിന ബീവി ലോകത്ത് നിന്ന് വിട പറഞ്ഞു. റസൂലുള്ളാഹിക്ക് ഉപ്പയില്ല, ഉപ്പയും ഉമ്മയും ഇല്ല, യഥാർത്ഥത്തിൽ അനാഥരായി, ആരും നോക്കാനില്ല. അങ്ങനത്തെ ഒരു വഴിയിലൂടെ കടന്നുപോയ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിത് പഠിക്കണം. ഇതിലെവിടെയാണ് ഞാൻ ഈ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റുള്ളത്? ഇതാണ് മൗലിദ്. നമ്മൾ ഓതുന്ന മൗലിദ് കിതാബിലുള്ള സുബ്ഹാനല്ലാഹ് മാത്രമല്ല. എല്ലാരും ചൊല്ല് صلي رب العالمين على سيد الكونين والسروج إن بيتا أمد ساكنه ليس محتاجا إلى السروج وجهك والله حجتنا يوم يأتي الناس بالحجج الله جل صلي رب العالمين على سيد الكونين والسروج. പടച്ചവനെ, ഹബീബിന്റെ വല്ലാത്ത അത്ഭുതങ്ങളാണ്, ജീവിതം തന്നെ വല്ലാതെ ഇഷ്ടമാണ്. എന്തിനേറെ ഒരു സ്വഹാബി ഇരുന്നു കൊണ്ട് കരയുകയാണ്, കരഞ്ഞ് 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 തളരുകയാ. ആളുകൾ അരികത്ത് ചെന്നിട്ട് ചോദിച്ചു, മോനെ എന്തിനാണ് പൊന്നു മോനെ നീ ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് സങ്കടപ്പെടുന്നത്? അപ്പോഴാ പൊന്നുമോൻ എന്ന് പറഞ്ഞ സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, ഓരം താനെ അവർ വിളിത്താനെ നബി മഹബൂബെ കണ്ടങ്ങിരിക്കാനേ അതിവാലെ ദിനം വരുവാലെ പുണ്യമദീനാതൻ ചാരെ അണയ്ക്കാനേ മഹബൂബെ നബി തളിർമേനി ഒന്ന് തോട്ടിടുവാൻ എന്നിൽ കുളിരാണേ മലരാണേ തങ്കക്കുളിരാണേ മുത്തിൻ പവിഴാമ ലങ്കും നിറമാണേ. ഞാൻ ഇരുന്ന് കരയുന്ന എന്റെ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായല്ലോ. ആ നബി തങ്ങൾ വഫാത്തായ വേദന എന്റെ ഖൽബിന്റെ ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാ. എന്റെ ഖൽബിന്റെ ഉള്ളില് ഹബീബിന്റെ വേദന തളം കെട്ടി നിൽക്കുകയാണ്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കണ്ണീര് കൊണ്ട് തുടച്ചു കളയുന്നത് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. ഞാൻ ഇന്ന് കരയുന്ന വെറുതെ അല്ല, എന്റെ കണ്ണീര് കൊണ്ട് ഞാൻ ഈ വീഴ്ത്തുന്നത് എന്റെ ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹാണ്, എന്റെ ഹബീബിനോടുള്ള ഇഷ്കാണ്. ചൊല്ല് മണിമുത്തേ മദീന ഈലാണേ മന്ദാര ചെപ്പിൽ അഴകാണേ. ചൊല്ല് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബി ഇരുന്ന് കരയുകയാണ്, കരഞ്ഞു കരങ്ങുന്ന കണ്ണുകളോടെ. മസ്ജിദുൻ നബവിയിൽ ഹബീബ് ഇരുന്ന മിമ്പറുണ്ടല്ലോ, ആ മിമ്പറിന്റെ അരികത്തങ്ങ് പോയിരുന്നു. ആ മിമ്പറിൽ അങ്ങനെ നോക്കി കണ്ണീരിങ്ങനെ വീണു. റസൂലുള്ളാഹിനെ ഇങ്ങനെ ഓർമ്മ വന്നു, ഖൽബങ്ങ് പൊട്ടി. യാ റസൂലല്ലാഹ്, എന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് നബിയേ, ഒരൊറ്റ വെട്ടം എന്റെ കിനാവിലൊന്ന് വരാമോ?
ഹബീബല്ലാഹ് എന്ന് പറഞ്ഞു നീറുന്ന മനസ്സോടെ സങ്കടത്തോടെ ഈ മനുഷ്യൻ അവിടെ ഇരുന്നങ്ങ് കരയുകയാ. അത് ഒരു ദിവസമല്ലല്ലോ, വീട്ടിലേക്കൊന്ന് പോയാ സുബഹി നിസ്കാരം കഴിഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇങ്ങനെ വരും. ഹബീബിന്റെ ജനാസ കബറടക്കിയിട്ടുള്ള ആ മണ്ണിന്റെ അരികത്തിങ്ങനെ വരും. റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിലേക്ക് അങ്ങ് നോക്കും. നബിയേ, ഈ പാവപ്പെട്ടവൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട് റസൂലേ, എന്നെ കൈവിടല്ല നബിയേ, എന്നെ സന്തോഷിപ്പിക്കണം നബിയേ, ഇനി കരയാൻ എന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീരില്ല നബിയേ. അതുകൊണ്ട് മുത്തേ, കണ്ടിട്ട് കൊതി മാറിയിട്ടില്ല. റസൂലുള്ളാഹിനെ ഇങ്ങനെ കണ്ടിരുന്നവരല്ലേ, അടുത്തിരുന്ന് പറയുന്നു നബിയേ, ഒരുപാട് വിദൂരത്തിരുന്നവരുടെ അവിടത്തെയുടെ പൂമുഖത്തേക്ക് ഞാൻ നോക്കാറുണ്ട് നബിയേ, അവിടത്തെയുടെ ചിരി കാണാറുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ഇനി എന്നാ ചിരി കാണും, ഇനി എന്നാ പൂമുഖമെന്ന് കാണും നബിയേ? മനസ്സ് വേദനിക്കുന്നു റസൂലല്ലാഹ്. ഇന്നത്തെ എന്റെ രാത്രിയിലെ എന്റെ വിരുന്നുകാര് എന്റെ റസൂലുള്ളയാകുമോ? എന്റെ സ്വപ്നത്തിൽ ഒരുപാട് വിരുന്നുകാര് വന്നു നബിയേ, ഇന്ന് രാത്രിയില് എന്റെ സ്വപ്നത്തിലെ വിരുന്നുകാരായി എന്റെ മുത്ത് വരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തിരുന്നിട്ട് കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോടെ വേദനയോടെ മനസ്സ് പൊട്ടിയിട്ടങ്ങിരുന്നു. യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, ഒന്ന് വരുമോ നബിയേ എന്ന് പറഞ്ഞിട്ട് രാത്രിയില് വീടിന്റെ അകത്തട്ടിലങ്ങ് ചെന്നിട്ടങ്ങ് കിടക്കുകയാണ്. അല്ലാഹുവേ, അവിടെ ഇരുന്ന് വുളു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. ആ നിസ്കാരത്തിലെ ദുആ, അല്ലാഹ്, ദുനിയാവിൽ എന്റെ ഭാര്യ എന്റെ അരികത്തുണ്ട്, എന്റെ മക്കൾ എന്റെ അരികത്തുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട എന്റെ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. അല്ലാഹ്, എന്റെ കിനാവിലെ വിരുന്നുകാരായി എന്റെ റസൂലുള്ളാഹിനെ വന്ന് തരുമോ റബ്ബേ? എന്റെ സ്വപ്നത്തിലെ വിരുന്നുകാരായി എന്റെ ഹബീബിനെ വന്ന് തരുമോ അല്ലാഹ് എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അറിയാതെ അങ്ങ് ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ ആരാണ് വരുന്ന എന്നറിയുമോ? അസ്സലാമു അലൈക്കും യാ ഉബാദ്. സലാം പറഞ്ഞുകൊണ്ട് വന്നു, സലാം പറഞ്ഞുകൊണ്ട് കടന്നു വന്നു. സഹോദരങ്ങളെ, നമ്മൾ എത്ര ആളുകളെ കാണാൻ കൊതിക്കുന്നുണ്ട്, എത്ര ആളുകളുടെ അരികത്തുകൂടെ പോകാൻ കൊതിക്കുന്നുണ്ട്. അല്ലാഹുവേ, നമുക്കെന്തേ ആഗ്രഹമില്ലാത്തത്? നമുക്കെന്തേ റസൂലുള്ളാഹി തങ്ങളുടെ അരികത്തെത്തണമെന്നൊരു ഓർമ്മയില്ലാത്തത്? ഇതാ ഉറക്കത്തിൽ കടന്നു വരുന്ന നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബദാ സ്വപ്നത്തിൽ ഇങ്ങനെ കടന്നു വരികയാണ്. മോനെ കരയല്ലേ, എന്തേ നിൻ ബേജാറ്? ഒന്ന് മോഴിയോമോ ഈയുള്ള എന്നോട്? കണ്ണീർ കാണങ്ങളും വീഴുന്നു പൊന്നാരി, കനവിൽ ആണഞ്ഞല്ലോ എന്നോട് പോമോനെ. മോനെ, നിന്റെ ഖിനാവിൽ ഞാൻ വന്നല്ലോ. നാളെ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ച് അള്ളാന്റെ സ്വർഗത്തിൽ കടത്തട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി അങ്ങ് ഉണർന്നിട്ട് പറയുന്നു, നബിയേ, എത്ര പെട്ടെന്ന് ഹബീബെ പോയത്, എത്ര പെട്ടെന്നാ നബിയെ പോയത്. എന്റെ കണ്ണീര് തീരൂല നബിയേ, ഇതൊന്നുമായിട്ടില്ല ഹബീബല്ലാഹ്, ഒന്നുമായിട്ടില്ല നബി. നമ്മൾ ആ മദീനയിലേക്ക് ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ വെള്ള കൊട്ടാരം കാണുമ്പോ അറിയാതെ കണ്ണു നിറയും. കാരണം മരണത്തിന്റെ സമയത്ത് ഉമ്മത്തീന്ന് വിളിച്ച ഹബീബ്. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങൾ എന്നെ
അറിഞ്ഞിടാനായി. എത്ര സ്വലാത്തുകൾ ചൊല്ലിയാ മതിയാവും? അതുകൊണ്ട് എത്ര സ്വലാത്തുകൾ ചൊല്ലിയാലും മതി വരാത്ത ഹബീബ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, സ്വലാത്തിന്റെ മന്ത്രധ്വനികൾ കൊടുക്കുക. നമ്മുടെ കിനാവിൽ നിന്ന് വരണ്ടേ റസൂലുള്ളാഹി തങ്ങൾ എത്രയോ കിനാവുകൾ കണ്ടു. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, എത്രയോ വിരുന്നുകാർ നമ്മുടെ സ്വപ്നത്തിൽ കടന്നു വന്നില്ലേ, എത്രയോ കൂട്ടുകാർ വന്നില്ലേ, നമ്മുടെ ഉമ്മ വന്നില്ലേ, നമ്മുടെ ബാപ്പ വന്നില്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഒറ്റവട്ടമെങ്കിലും നമ്മുടെ കിനാവിൽ വന്നിട്ടുണ്ടോ? നമ്മുടെ കിനാവിൽ നമ്മുടെ റസൂലുള്ള വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് സ്വലാത്തുകൾ അങ്ങ് ചൊല്ലിയിട്ട് ദുആ ചെയ്തോ, അല്ലാഹുവേ ഈ പാപികളായ ഞങ്ങളുടെ ഒരു വിരുന്നുകാരായി ഒരു രാത്രിയെങ്കിലും ഒന്ന് വരണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അല്ലാഹു സന്തോഷം തരട്ടെ. അല്ലാഹു സ്വർഗത്തിന്റെ ആനുകൂല്യം തരട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിച്ച, ഞങ്ങളുടെ മജ്ലിസിൽ വന്ന ഒരാളെയും പാഴാക്കല്ല റബ്ബേ, സങ്കടത്തിലാക്കല്ല റബ്ബേ, വിഷമത്തിൽ ആഴ്ത്തല്ല റബ്ബേ, വേദനയിൽ ആഴ്ത്തല്ലേ റബ്ബേ. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, കാരുണ്യവാനായ റബ്ബേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിട്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങളെ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഓരോരുത്തർ പല പല ആഗ്രഹങ്ങൾ എഴുതിയവരുണ്ട്, മക്കൾ നന്നാവാ പറഞ്ഞവരുണ്ട്, അല്ലാഹുവേ നിസ്കരിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഉറക്ക കലിമ ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. വഴിയോരത്ത് കിടന്ന് പിടഞ്ഞ് മരിക്കുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. بحق النبي مصطفى محمد صلى الله عليه وسلم.